സംസ്കാരം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വാട്സാപ്പ് പോലെയുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ നോട്ടുകൾ നൽകുന്നതിന് അധ്യാപകർക്ക് വിലക്ക്. വിദ്യാർത്ഥികളുടെ അമിത പഠനഭാരവും നോട്ടുകൾ പ്രിന്റൌട്ട് എടുക്കുന്നതിലെ ബുദ്ധിമുട്ടും ബോധ്യപ്പെടുത്തിയുള്ള പരാതികളുടെ സാഹചര്യത്തിലാണ് നടപടിയെന്നാണ് ഹയർ സെക്കൻഡറി വകുപ്പിന്റെ വിശദീകരണം. ഓൺലൈൻ പഠന രീതിയും ഇനി അംഗീകരിക്കില്ല. ഓൺലൈൻ പഠന രീതിയിൽ ചില കുട്ടികളെ അധ്യാപകർ ചൂഷണം ചെയ്യുന്നുവെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് തീരുമാനം. എന്നാൽ ഇത് ഉത്തരവിന്റെ ഭാഗമാക്കിയതുമില്ല. ഓൺലൈൻ പഠന രീതി ഒഴിവാക്കണമെന്ന നിർദ്ദേശം കർശനമായി പാലിക്കുന്നുണ്ടെന്ന് സ്കൂൾ പ്രിൻസിപ്പൽമാരും റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാരും ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിലുണ്ട്. ഓൺലൈൻ പഠന രീതി തുടർന്നാൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിൽ നിന്ന് നേരിട്ട് ലഭിക്കേണ്ട പഠന അനുഭവം നഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന കാര്യങ്ങൾ ഓർക്കാനും ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും സംശയ നിവാരണത്തിനും ഓൺലൈൻ പഠന രീതി ഒഴിവാക്കണം. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാർ ഇടവിട്ട് സ്കൂളുകൾ സന്ദർശിച്ച് നിർദ്ദേശം പാലിക്കുന്നുണ്ടോ എന്നും ഉറപ്പാക്കണം. കോവിഡ് കാലത്ത് കുട്ടികൾക്ക് ക്ലാസ്സിൽ ഹാജരാകാൻ കഴിയാതിരുന്ന സാഹചര്യത്തിലാണ് ഓൺലൈൻ പഠന രീതി ഏർപ്പെടുത്തിയത്. എന്നാൽ കോവിഡിന് ശേഷവും പഠന വിവരങ്ങൾ വാട്സാപ്പിലൂടെ നൽകുന്ന പ്രവണത തുടരുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. സ്വകാര്യ ഏജൻസികളും ട്യൂഷൻ സെന്ററുകളും ഇത് മുതലെടുക്കുന്നതായും വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ചില രക്ഷിതാക്കൾ ബാലാവകാശ കമ്മീഷനിൽ പരാതിയും നൽകി. ഈ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. പെൺകുട്ടികളുടെ വാട്സപ്പ് നമ്പർ കിട്ടാൻ ചിലർ ഓൺലൈൻ പഠന സാധ്യതകൾ ഉപയോഗിച്ചിരുന്നു. ഇതും പരാതികളായി. ഇതുകൂടി കണക്കിലെടുത്താണ് സർക്കുലർ. കോവിഡ് കാലത്ത് കുട്ടികൾക്ക് ക്ലാസ്സിൽ ഹാജരാകാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ പഠനം മുടങ്ങാതിരിക്കാൻ ഓൺലൈൻ പഠന രീതിയെ വിദ്യാഭ്യാസ വകുപ്പ് പ്രോത്സാഹിപ്പിച്ചിരുന്നു. എന്നാൽ കോവിഡിന് ശേഷവും പല അധ്യാപകരും പഠന വിവരങ്ങൾ വാട്സപ്പ് വഴി ഷെയർ ചെയ്ത് കുട്ടികളെ കൊണ്ട് പ്രിന്റ് എടുപ്പിക്കുന്ന രീതി തുടരുന്നുണ്ട്. ഇത് പല വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബുദ്ധിമുട്ടിലാക്കിയെന്നാണ് നിഗമനമെന്ന് സർക്കാർ വിശദീകരിക്കുന്നു. നിർദ്ദേശം ലംഘിക്കുന്ന അധ്യാപകർക്കെതിരെ നടപടി വരും. വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന കാര്യങ്ങൾ ഓർക്കാനും ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും സംശയ നിവാരണത്തിനും ഓൺലൈൻ പഠന രീതി ഒഴിവാക്കണം. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാർ ഇടവിട്ട് സ്കൂളുകൾ സന്ദർശിച്ച് നിർദ്ദേശം പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും കർശന നിർദ്ദേശത്തിലുണ്ട്. ഇതിനായി വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും പ്രതികരണങ്ങൾ ആരായണമെന്നും നിർദ്ദേശമുണ്ട്.